അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയുടെ 1ാം യൂണിറ്റിലെ 2ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ കാട്ടിലെ കളികൾ, പന്ത് കളിക്കാനൊരു പെൺകുട്ടി എന്നീ പാഠഭാഗത്തുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. 13, 14, 15 എന്നീ പേജുകളിൽ നമുക്ക് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനില്ല. 16ാമത്തെ പേജിലെ പ്രവർത്തനങ്ങൾ നോക്കാം. സമാന കവിതകൾ എഴുതാനാണ്. ഇവിടെ 2 സമാന കവിതകൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇതൊക്കെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയുടെ അതേ ഈണത്തിൽ വായിക്കാവുന്ന കവിതകളാണ്. പുഞ്ചനൽ പാടങ്ങൾ പുഞ്ചിരി കൊൾകവേ കുഞ്ചിയും പുഞ്ചിറ കിട്ടടിച്ചും ചെഞ്ചമ്മേ ചാഞ്ചാടി വാണുമാല നാട്ടിൽ പഞ്ചവർണ്ണ കിളി എന്നു മുന്നം. പള്ളത്ത് രാമന്റെ ഒരു കവിതയാണ് ഇത്. ഇനി നമുക്ക് പി ഭാസ്കരൻ രചിച്ച ഒരു കവിതയും കൂടി നോക്കാം. ഒരു കൂടം തണ്ണീരുമൊക്കത്തു വെച്ചോരാ കരിമൂകിൽ പെൺകൊടി എങ്ങു പോയി, വയലിന്റെ തൊണ്ടവ 2 കീടക്കുമ്പോൾ ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോൾ. അടുത്ത പ്രവർത്തനം പദങ്ങൾ അന്വേഷിച്ച് ഈ പാഠഭാഗത്തുള്ള കഠിന പദങ്ങളുടെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം താരതമ്യം ചെയ്യുക. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം കാട്ടിലെ കളികൾ എന്തൊക്കെയാണെന്ന് എഴുതണം, അതിനുശേഷം നാട്ടിലെ കളികൾ എന്തൊക്കെയാണെന്ന് എഴുതണം, അതിനുശേഷം നമ്മളൊരു താരതമ്യം നടത്തി എഴുതണം. അങ്ങനെ ചെറിയ 3 ഖണ്ഡികകളായിട്ടാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. അടുത്ത ചോദ്യം കളി അഴക് വരി അഴക്. വരികൾ കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ച അഭിനയമാണോ ചിത്രം വരെയാണോ എന്നും കൊടുത്തിട്ടുണ്ട്. എൻ്റെ കളിമോഹങ്ങൾ. നമുക്ക് താല്പര്യമുണ്ട്, പക്ഷെ പങ്കെടുക്കാൻ കഴിയാത്ത കളികളാണ്. അത് ചെസ് ആവാം, സ്ലോ സൈക്കിൾ റേസ് ആവാം, സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്തതാവാം. അടുത്തത് സ്നോ സ്കേറ്റിംഗ് ആണ്. ടി വിയിലൊക്കെ നമ്മൾ കാണുന്ന കളികളാണ്. നമുക്കിവിടെ സ്നോയും ഇല്ല, കാശ്മീരിലൊക്കെ പോയി കളിക്കാനുള്ള സാഹചര്യവുമില്ല. പല കളികളും ഉണ്ട്. നമുക്കിങ്ങനെ നിരാശ തോന്നുമോ, പങ്കെടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നും. ചിലപ്പോൾ നമുക്കൊരു നാണക്കേട് കൊണ്ടോ തോറ്റാൽ നാണക്കേടാണെന്ന് വിചാരിച്ചൊക്കെ നമ്മൾ മാറി നിൽക്കും. അത്തരം അനുഭവങ്ങളാണ് ഇവിടെ എഴുതാൻ ആവശ്യപ്പെടുന്നത്. ഇനി നമുക്ക് 17, 18, 19 പേജുകളിൽ പ്രവർത്തനങ്ങളൊന്നുമില്ല. അടുത്ത 20ാമത്തെ പേജിൽ നോക്കാം. കഥ ഉറക്കെ വായിക്കുക. കഥ ഉറക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നൊരു ചോദ്യമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക. രസകരമായ പ്രയോഗങ്ങൾ. ഇവിടെ ഓട്ടക്കൈ എന്നുള്ള ഒരു പ്രയോഗമാണ് തന്നിരിക്കുന്നത്. പുസ്തകത്തിലുള്ള മറ്റു ചില പ്രയോഗങ്ങളും അതിൻ്റെ ആശയവും ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക. മകനോട്. ഇവിടെ അമ്മയുടെ അഭിപ്രായത്തോട് ഒരു അഭിപ്രായ കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അങ്ങനെ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം അമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു എന്നെഴുതണം. അതിനുശേഷം ആ അഭിപ്രായത്തെക്കുറിച്ച് നമ്മളുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കണം. അങ്ങനെ 2 ഖണ്ഡിക ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഉണ്ടാവേണ്ടതാണ്. അടുത്ത ചോദ്യം മഞ്ഞക്കിളി എഴുതിയ ഡയറി ഇവിടെ എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം മഞ്ഞക്കിളിയായി മാറിയതിന് ശേഷം ഞാൻ എന്ന രീതിയിലാണ് എഴുതേണ്ടത്.
അടുത്ത ചോദ്യം 20ാമത്തെ പേജിലെ അവസാനത്തെ ചോദ്യമാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ മത്സരമില്ല എന്നൊരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മത്സരങ്ങളുടെ ഐറ്റംസ് ഒക്കെ തയ്യാറാക്കേണ്ടത്. 21ാമത്തെ പേജിലെ ചോദ്യം നോക്കാം. നോട്ടീസ് തയ്യാറാക്കാം. ഇവിടെ ഒരു നോട്ടീസ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിത് നോട്ട് ബുക്കിൻ്റെ പേജിലോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ ഒക്കെ ക്രയോൺ കൊണ്ട് കളർ കൊടുത്ത് നല്ല മാർജിനൊക്കെ ഇട്ട് വൃത്തിയിൽ വരച്ച് വയ്ക്കുക. A4 ഷീറ്റിലാണെങ്കിൽ അത് വരച്ചതിന് ശേഷം നമ്മളത് ഒട്ടിച്ച് വെച്ചാൽ മതി. അടുത്ത ചോദ്യം പോസ്റ്റർ നിർമ്മിക്കുക. പോസ്റ്ററിൽ എന്തെല്ലാം വേണമെന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. അടുത്തത് ദൃക്സാക്ഷി വിവരണമാണ്. ദൃക്സാക്ഷി വിവരണം നമുക്ക് ഒരു ദിവസത്തെ മുഴുവൻ പരിപാടികളുടെയും ദൃക്സാക്ഷി വിവരണം നടത്താൻ സാധിക്കുകയില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കായിക പരിപാടിയുടെയോ ഏതെങ്കിലും ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം. ഞാനിവിടെ ചാക്കിലോട്ടത്തിൻ്റെ ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കിയിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക. അടുത്തത് രചന ശില്പശാലയാണ്. രചനാ ശില്പശാലയിൽ നമ്മൾ കളി, സൗഹൃദം, സ്നേഹം, തുല്യ അവസരം ഈ 4 പോയിന്റിനെ ആസ്പദമാക്കിയിട്ടുള്ള രചനകളാണ് ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർ നിങ്ങളെ 4 ഗ്രൂപ്പാക്കി തിരിക്കും. കളി ഗ്രൂപ്പ്, സൗഹൃദ ഗ്രൂപ്പ്, സ്നേഹം ഗ്രൂപ്പ്, തുല്യ അവസരം അല്ലെങ്കിൽ തുല്യനീതി ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുകാരോട് ഓരോ കഥയോ കവിതയോ പ്രസംഗമോ ചിത്രമോ വരയ്ക്കാൻ പറയും. അങ്ങനെ കിട്ടിയതെല്ലാം കൂടെ ചേർത്ത് ഒരു പതിപ്പ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അടുത്തത് കളിപ്പതിപ്പാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കിയ സാമഗ്രികളൊക്കെ അതിലെ വൃത്തിയുള്ളത് നോക്കി ടീച്ചറെ തയ്യാറാക്കും, ഒരു പതിപ്പ് തയ്യാറാക്കും. ചിലപ്പോൾ ഗ്രൂപ്പിൽ നമ്മളോട് തയ്യാറാക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ശേഖരിച്ചതൊക്കെ കേടുവരാതെ എടുത്തു വെക്കണം. അങ്ങനെ എടുത്തു വെച്ചത് എല്ലാം കൂടി ചേർത്തിട്ടാണ് പതിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി അതിൽ ഏതെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഏതെങ്കിലും താല്പര്യമുള്ള കുട്ടികളെ കൊണ്ട് അതിൻ്റെ ഒരു പേജ് ഉണ്ടാക്കി അങ്ങനെ ഒരു പതിപ്പ് നമുക്ക് തയ്യാറാക്കാം. അടുത്ത വായനശാല സന്ദർശനമാണ്. വായനശാല സന്ദർശനത്തിൽ മാസികകളും പുസ്തകങ്ങളും കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട്. മാസികകൾ നമുക്ക് ധാരാളമുണ്ട്. ഞാനിവിടെ 2-3 എണ്ണത്തിൻ്റെ പേര് ഇട്ടിട്ടുണ്ട്. അതുപോലെ പുസ്തകങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര പുസ്തകങ്ങളുണ്ട്. നമ്മുടെ സ്കൂൾ ലൈബ്രറിയിൽ നമ്മൾ വായിച്ച പുസ്തകത്തിൻ്റെ ഒക്കെ പേര് നമുക്കിവിടെ എഴുതാവുന്നതാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കൂടി തയ്യാറാക്കുന്നുണ്ട്. ഉടൻ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.